പാട്ടിന്റെ തേൻ മധുരം തുളുമ്പുന്ന പ്രിയവേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. പാട്ടിന്റെ പ്രിയവേദിയിലേക്ക് എത്തുന്നു അബിൻ. വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. അബിൻ സർ, എന്തോ കൺഗ്രാറ്റ്സ്. താങ്ക് യു. അബിൻകുട്ടാ എന്തോ കലക്കിയടാ. ഓരോ ദിവസം കഴിയും തോറും ആള് മാറി മാറി വരിക. അതൊരു ചെറിയ മീശയുടെ ഒരു താടിയും ഉണ്ട് അവന്. താടി വന്നു. എനിക്ക് അന്ന് ഇവനെ എടുത്തപ്പോഴേ സംശയമുണ്ട്. കാരണം അന്ന് ആധാർ കാർഡ് കാണിക്കാൻ പറഞ്ഞതാ അങ്കിള്. ഞാൻ ഈ സീസൺ തുടങ്ങിയപ്പോ പറഞ്ഞേട്ടാ എനിക്ക് ആധാർ കാർഡ് കാണുന്നു. എന്താന്നറിയോ റിമി ചേച്ചി, ഇവന് പ്രായം കൂടുതലുണ്ടോ എന്ന് അങ്കിളിന് ഒരു സംശയം. ഈ സീസൺ തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് സംശയമാണ്. ആദ്യം തൊട്ട് പറയാം അവന് 20 വയസ്സിലാ വന്ന് ചേർന്നത്. 15 വയസ്സായിട്ടുള്ളൂ. പക്ഷെ കണ്ടിട്ട് ഒരു 10-22 വയസ്സിന്റെ ഒരു മതിപ്പുണ്ട്. വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല മക്കളെ, അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നത് വളരെ നല്ലതാ. ഞാനൊക്കെ ചെറുപ്പത്തില് നമ്മള് ചെറുതായിരിക്കുമ്പോ ഈ മാമന്മാരൊക്കെ ഞാൻ മാറാ എന്നൊക്കെ പറയും. ഈ തലയിൽ ഞാൻ തട്ടുമ്പോ വലിയ വിഷമം. എന്നെങ്കിലും വലുതായിട്ട് ഇവന്മാരുടെ തലക്കിട്ട് തട്ടണം. ഇപ്പൊ നമ്മള് കുറച്ചും കൊണ്ട് വളർന്നപ്പോ വളർന്നങ്ങ് പന്തലിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ബാല്യം ആഗ്രഹിക്കുക, എവിടെ നടക്കൂ? വലിയ പാടാ മക്കളെ. ഈ ഒരു കാലഘട്ടമാണ് റിമി. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ജഗ കില്ലാടിയാണ്. അസാധ്യ പാട്ടുകാരൻ. ഇവൻ വന്നപ്പോ ഞമ്മള് വിചാരിക്കും ഞങ്ങള് വിളിച്ചോണ്ടിരുന്നത് ദാസേട്ടാന്ന്. അതുപോലെ ഇപ്പൊ അവന് MG അണ്ണന്. റിമി ചേച്ചി, അവനായിരുന്നു ക്വാർട്ടർ ഫൈനലിൽ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്തത്. ഭയങ്കര ആഗ്രഹം നേരിട്ട് കേൾക്കാൻ വേണ്ടി. പരമ ജ്ഞാനസ്ഥന. മക്കളെ ഏതാ പാടുന്നേ കുഞ്ഞ്? ശരറാന്തൽ പൊന്നുമ്പൂ. SP വെങ്കടേഷ് സാർ മ്യൂസിക് ചെയ്ത്, ONV സാർ എഴുതി, MG ഞങ്ങൾ പാടി. സിനിമ തുടർക്കഥ. വർഷം 1991. ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. സാധാരണ ഇത് എന്റെ ഒരു ബ്രാൻഡാണ്. അതുപോലെ ഇവിടെ ഒരു കളർ ഈ പാന്റ് ഇതുപോലെ എനിക്ക് ഇതുപോലെ തന്നെ ചെറിയ സംശയം. പറ്റിപ്പോയതാ സാറേ. അപ്പൊ നല്ലൊരു പാട്ടാണ്. SP വെങ്കടേഷ് സാറിന്റെ തുടർക്കഥ എന്ന ചിത്രത്തില് ഡെന്നീസ് ജോസഫാണ് ഇത് ഡയറക്ട് ചെയ്ത ഈ സിനിമ. അതിനകത്തെ പാട്ടുകൾ ശരറാന്തൽ പൊന്നുമ്പൂവും, പിന്നെ ആതിരവരവായി, പിന്നെ ഇതിനകത്ത് മാണിക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ, കാണാത്ത കാട്ടിലേതു നീലക്കടമ്പുണ്ടോ. അതൊരു നല്ലൊരു പാട്ടാണ്. ഞാൻ ചിത്രയും കൂടെ പാടിയൊരു പാട്ട്. യെസ്, ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്കളാ. നിറവാർന്നൊരുൾ പൂവിൻ്റെ ഇതൾ തോറും നർത്തനമാടും തെന്നലായി പെണ്ണിലാവാ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്കളാ. ഏതോ മൺവീണ തേടി നിൻരാഗം താരകങ്ങളെ നിങ്ങൾ സാക്ഷിയാ. ഒരു മുത്തു ചാർത്തി ഞാൻ എന്നാത്മാവിൽ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്കളാ.
നിറകമ്പളം നീർത്തി മുന്നിലാ എതിരേൽപ്പു നിന്നെ ഞാൻ എന്നാത്മാവേ ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്കളാ നിറവാർന്നൊരുൾ പൂവിൻ്റെ ഇതൾ തോറും നർത്തനമാടും പിന്നലാൽ വെണ്ണിലാവാ ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്കളാ. അബിൻകുട്ടാ, എന്തോ നന്നായിരുന്നു മോനെ, Thanks. നല്ല അറ്റംപ്റ്റ് ആണ്. ഇതിനിടയിൽ മോന് 2 വെള്ളി വന്നെങ്കിലും അത് ശബ്ദം മാറുന്ന സമയമാണ്, അതുകൊണ്ട് വന്നതാണ്. അത് ഞങ്ങളങ്ങ് വിടുകയാണ്. എങ്കിലും ചന്ദ്രികേ, അവിടെ ആ ഒരു രാവിൽ വന്നു നീയൻ എന്ന് പറയുന്നിടത്ത് ആ വെള്ളി അങ്ങനെ വരത്തില്ല എന്ന് മനസ്സിലാലോചിച്ചുകൊണ്ടൊന്ന് പാടിക്കും. ഒരു രാവിൽ വന്നു നീയൻ ആഹാ. വാർത്തിങ്കളാ. അതിന്റെ മറ്റേ സംഗതി പാടിക്കും. കുട്ടാ, ഓ, ഈ വെള്ളി വീഴുന്ന സമയത്തൊക്കെ പാടുന്നവർ വെള്ളി വീഴുന്നുള്ള ബോധത്തോടെ പാടണം. അതെ. അപ്പൊ അത് വരില്ല. മനസ്സിലായോ? ആ. എന്തായാലും വെള്ളി വരും എന്ന് വിചാരിച്ചങ്ങ് പാടിയാൽ വെള്ളി വരില്ല എന്നാണ് മാഷ് പറഞ്ഞത്. സത്യം അത്. കാരണം രാജാ സാറിന്റെ ഒരു പാട്ട് പാടാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ശബ്ദം ഇത്തിരി പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിക്കാതെ പാടിക്കൊള്ളാൻ പറഞ്ഞു. ആ പാട്ട് കറക്റ്റായിട്ട് വന്നു. പിന്നെ പാടിക്കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ വല്ലാണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആലോചിക്കണ്ട കേട്ടോ. അത് ആ ഒരു പോർഷൻ 3-4 സ്ഥലങ്ങളിൽ അതൊരു ഒത്തിരി പെർഫെക്ഷനോടുകൂടി വന്നില്ല. പിന്നെ താരകങ്ങളെ എന്നുള്ള പോർഷനില്ലേ, അവിടെ ഒരു ഫീല് വേണം മോനെ. ഏതോ അതൊന്ന് പാടിക്ക. ഏതോ മൺവീണ സബാഷ്. തേടി നിൻരാഗം അടുത്തത് താരകങ്ങളെ 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 നിങ്ങൾ സാക്ഷി, നിങ്ങൾ സാക്ഷി, നിങ്ങൾ സാക്ഷിയാ ഒരു ചേർക്കണം. ഒരു മുത്തു ചാർത്തി ഞാൻ എന്നാത്മാവിൽ. നന്നായിരുന്നു, പാടി നന്നായിരുന്നു. പക്ഷെ ഇത് ഞാൻ പാടിയതിന് കൂടുതൽ എനിക്ക് അറിയാം അതിന്റെ സ്ഥലങ്ങൾ, അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ക്ഷമിക്കണം കേട്ടോ. മക്കളെ, എന്തോ MG സാറേ നന്നായിട്ട് പാടി മോനെ. Thank you. കാരണം നല്ല സുഖമുള്ള ഒരു പാട്ട്, നമുക്ക് പറയാതിരിക്കാം. ഒരു മൈനർ ആണെങ്കിലും മേജറിൽ തുടങ്ങുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ടോണിക് നോട്ട് മാറ്റി ചെയ്തിട്ടുള്ള ഒരു പാട്ട്. വളരെ ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. മക്കളെ നന്നായിട്ട് തന്നെ പാടി. മക്കളെ അതിപ്പോൾ അങ്ങനെ സംശയിക്കണ്ട, വന്നോട്ടെ. അതൊരു ആക്സിഡൻ്റ് ആണ്. ഇപ്പോൾ വെള്ളി വീണെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുകാരൻ്റെ ക്വാളിറ്റി ഒരിക്കലും നഷ്ടമാവുന്നില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ വെള്ളി വീണല്ലോ ഒരു വിഷമമായിരിക്കും. അത് പക്ഷെ വരാതിരുന്ന അത്രയേ നല്ലത് കേട്ടോ. നോക്കിക്കൊള്ളു അത്. അതുപോലെ എനിക്ക് ആ ചരണത്തിന്റെ തുടക്കം ഒന്ന് പാടാവോ? ആ അനുപല്ലവി പോലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖം വന്നില്ല. പാടി ആഹാ, മതി മക്കളെ. സൂപ്പർ ഇവിടെ മോനെ, എന്ത് രസമായിട്ട്, ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. എന്ത് ഫീൽ, എന്ത് രസം. പാടി എന്നൊക്കെ പാടുമ്പോ തന്നെ ആ പിച്ചിങ് ഒക്കെ എത്ര ഇതായിട്ട്. പാടിയ ആളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പാടാൻ എപ്പോഴും പാടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അത് ഇതൊക്കെ ഇതൊക്കെ കിട്ടി എക്സ്പീരിയൻസ് ആയി ഇപ്പൊ ഒരു പേടി മാറി അറിയാം. പക്ഷെ എന്നാലും അതൊരു എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് വരുന്നതിന് മുമ്പ്? ഇല്ല
ഇപ്പൊ എന്ത് തോന്നുന്നു ജീവിതത്തില്? ഭയങ്കര ഭാഗ്യാണ്. ഭയങ്കര ഭാഗ്യമില്ലേ അത്? ആള് കറക്റ്റ് ചെയ്ത് തരുന്നു. ഈ പാട്ട് ഇടക്കാല ഗാനങ്ങൾ എന്തുകൊണ്ട് മലയാളികള് ഇപ്പോഴും സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ജീവിക്കുന്നത് ഇടക്കാല ഗാനങ്ങൾ കൊണ്ട് തന്നെയാ. അതൊക്കെ ഇവരെ പോലുള്ള ആൾക്കാർ പാടി വെച്ചതും അതുപോലത്തെ പാട്ടുകള് ഒരിക്കലും മരിക്കുന്നില്ല. എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുക ഈ പാട്ടൊക്കെ. അയ്യോ അതിലെ റിമി ഈ പാട്ടും അതുപോലെ എംജിന്റെ എന്റെ അമ്മ പിന്നെ ബാക്കി നാട്ടുകാർ പാടിക്കും. ഞാൻ മാഷക്ക് വേണ്ടി പാടിയ എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. രാധാമാധവ് എന്നുള്ള ചിത്രത്തിൽ ഞാൻ മാഷക്ക് വേണ്ടി കുറേ പടത്തിൽ പാടിയിട്ടുണ്ട്. എങ്കിലും നീലാഞ്ചന മിഴിതൾ നിറയും പൂവേ നീ, നീലാഞ്ചന മിഴിതൾ നിറയും പൂവേ നീ, ഏതു വിഷാദ സ്മൃതിയിലലിഞ്ഞു നീ, എന്നോടൊരു വാക്കുരിയാടാ നിറമിഴികളിലും വയ്ക്കാൻ മിഴിനീരു ചാഞ്ചക്കം നിന്നെ വലം വെക്കും, ചാഞ്ചക്കം നിന്നെ വലം വെക്കും, ചന്ദന കുളിർച്ചാർന്ന് ചാർത്തിയ കാറ്റിനെ അറിയില്ലേ, ഈ കാറ്റിനെ അറിയില്ലേ, നീലാഞ്ചന മിഴിതൾ നിറയും പൂവേ. മാഷേ അസാദ് സൂപ്പർ. മോനെ അസലായിട്ട് പാടിയിട്ടുണ്ട്. പാടിയതിന് നമ്മുടെ പ്രേക്ഷകർ ഒരു മാർക്ക് കിട്ടുക. ആ മാർക്ക് തന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഡിസൈഡ് ചെയ്ത് മാഷും ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങളും ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് സെമി ഫൈനലല്ലേ, ഇനി മാർക്ക് അറിയില്ല, മനസ്സിലായോ? സോ ആദ്യ രാബിൻ പൂക്കുറ്റി. പിന്നെ നിനക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോടാ മാർക്ക് അറിയാൻ? ആ കൊച്ചിനോട് അങ്ങനെയൊന്നും ചോദിക്കാതെ എത്ര ആയിരിക്കും എന്ന് ഉദ്ദേശിച്ച് നോക്കി. പണ്ട് ഇതുപോലെ റിയാലിറ്റി ഷോയില്ലേ, മോനെ നിനക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഇല്ല ചേച്ചി എനിക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളത്. പിന്നീട് ശിഷ്യല്ലേ, രണ്ടു ദിവസം ക്ഷമിച്ചാ മതി. കുറുമ്പുകൂട്ടിലെ കുഞ്ഞു മണിമുത്ത് നമ്മുടെ ക്ഷേത്രക്കുട്ടിയത്താണ്. വെൽക്കം ക്ഷേത്ര. അതാ വരുന്ന. അയ്യോ ഇതെന്തോ നാഗവല്ലിയാണോ? എന്തോ ഒരു കുഴപ്പമുണ്ട് മക്കളെ. അല്ല എന്തിനാ ചെറിയുന്നത്? എന്തോ ഒരു കുഴപ്പമുണ്ട്. മണിച്ചിത്ര താഴെ മോള് കണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതേ ഒരു ലുക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങളെ നോക്കുമ്പോ ഇങ്ങനൊരു നോട്ടം കണ്ടോ? ആ ലുക്ക് നോക്കിയേ. തട്ടിക്കളയാ വിളിയുടെ അർത്ഥം. അതൊക്കെ പോട്ടെ, അതിനകത്ത് അഭിനയിച്ചാരാ? തോം 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 അതൊക്കെ ആരാണ് ഡാൻസ്? ഈ ആന്റി ആയിരുന്നു ശരിക്കും നോക്കി. ഈ ചേച്ചിയാ അത്. വന്നിട്ടുണ്ട്. ഈ ചേച്ചിയായിരുന്നത് നാഗവല്ലി. ഇതാരാ കണ്ടോ ഇവിടെ വന്നിരിക്കുന്നത്? മോളെ ആരാ? ശോഭന. അല്ല ഇത് ആരാന്ന് കൃത്യമായിട്ട് പേര് പറയൂ. ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞു. അറിയാപ്പോ. അപ്പൊ സംസാരിക്കും, റിമിയായിട്ട് സംസാരിക്കും. ഞങ്ങള് നിശബ്ദരായിട്ടിരിക്കാം, റിമിയായിട്ട് സംസാരിക്കും. എന്നെ ഉണ്ടടാ വിശേഷം? സുഖാണോ? ആ എവിടെ എന്നെ കണ്ടേക്കുന്നത്? ഇന്നലെ അമ്പലത്തിൽ പോയപ്പോഴാണോ? 1 കോടി രൂപ തരാന്നോ? അല്ല 1 കോടിയിൽ വന്നു ചേച്ചി. അപ്പൊ കണ്ടു. അല്ല മക്കളെ ഏതാ പാടുന്നേ? ഇല്ല പാട്ട് പാടാൻ വന്നല്ല. പാട്ടുപാടാൻ വന്നല്ലേ? അല്ല. ആണോ? ഇപ്പൊ നേരത്തെ വന്ന വരവ് കണ്ടപ്പോ എനിക്ക് തോന്നി ആരാണ്ടെ പേടിപ്പിക്കാൻ വന്നതാണ്. ഇങ്ങനെ ടണ്ടൻ ടണ്ടൻ ടണ്ടൊക്കെ ലുക്കൊക്കെ കണ്ടപ്പോ. മക്കളെ ആ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചിയെ കണ്ടോ മോള്? ഇഷ്ടായോ? ഇഷ്ടയാ? കുത്തി പറയിക്കണം, ഇല്ലെങ്കിൽ മക്കളെ
പാടാനാ വന്നെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. എന്നാ ഏതാ പാടുന്നത്? ഏതാ പാടുന്നത്? നാഴിയൊരു പാല് കൊണ്ട് നാഴൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം. നടക്കാത്ത കാര്യമാ. ഒരിക്കലും പറ്റത്തില്ല മോളെ. It is ഒരിക്കലും very പറ്റാത്ത കാര്യം. difficult. അത് അങ്ങനെ ആ പാട്ട് ഇവിടെ പാടുകയും വേണ്ട. അതിന് അങ്ങനെ ശരിയാ. നാഴൂരി പാലുകൊണ്ട് നാടാ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു മുട്ടുസൂചി ഇട്ട് നാക്കിൽ വെക്കാൻ പോലും കാണത്തില്ല. ചില പാടാ മാറ്റി പാടാൻ പറ്റോ ക്ഷേത്രക്കുട്ടി? ഇപ്പൊ ഇങ്ങനെയാ സെമി ഫൈനൽ ആയില്ലേ? സെമി ഫൈനലിലെ അപ്പൊ ഇങ്ങനെ വരികളൊക്കെ പ്രശ്നമാ. സത്യസന്ധമായിട്ട് അപ്പൊ മോളെ മാറ്റി പാടുന്നു. 1,00,000 ലിറ്റർ കൊണ്ട് നാടാകെ 1,00,000 ലിറ്റർ കൊണ്ട് നാടാകെ കല്യാണം. അയ്യോ പാവം പിള്ളേരെ നിങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ അല്ലേ? അപ്പൊ ഞാനിത് കാണോ, ഇതിന്റെ ട്രിക്ക് എന്താന്നൊന്ന് കാണോ ഇത്. ചേച്ചി ഇരുന്ന് പഠിക്കുവാ. അപ്പൊ നാഴൂരിയോ 1,00,000 ലിറ്ററോ എന്ത് വേണേ പാടിക്കോ. ക്ഷേത്രക്കുട്ടിയല്ലേ, നമുക്ക് എന്നെയും കൊണ്ടൊന്ന് തെറ്റിപ്പിക്കാതിരുന്നാ മതി എംജെങ്കില്. ഞാനും തെറ്റിപ്പിക്കും. അല്ല, മക്കളെ പക്ഷെ എന്റെ തെറ്റരുത്. ആഗ്രഹം എങ്ങനെങ്കിലും തെറ്റണേ എന്നാണ്. എന്റെ പറഞ്ഞില്ലേ ദൈവം കോപിക്കുമെന്ന്. അപ്പൊ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഞാനും അനുഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കും. എങ്കിൽ മോള് എത്ര പറഞ്ഞ ഒരു നാഴിയോ എത്ര നാഴൂരി മതി. അത് തന്നെ വേണ്ട അണ്ണാ. ഒരു തുള്ളി മതി. ഒരു തുള്ളി മതി. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. നാഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം. 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. ആ മാനത്തൊരു പൊന്നോണം. നാഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം. 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. ആ മാനത്തൊരു പൊന്നോണം. മഞ്ഞിന്റെ തട്ടമിട്ട് ചന്ദ്രൻ മേലെ. മഞ്ഞിന്റെ തട്ടമിട്ട് ചന്ദ്രൻ മേലെ. സുറുമായ കണ്ണെഴുതി താരകൾ നീളെ. സുറുമായ കണ്ണെഴുതി താരകൾ നീളെ. അന്തിക്ക് പടിഞ്ഞാറ് ചെന്തെങ്കിൽ കുല വെട്ടി. കല്യാണ വീട്ടിലാരോ തൂമുല്ല പന്തല് കെട്ടി. കല്യാണ വീട്ടിലാരോ തൂമുല്ല പന്തല് കെട്ടി. നാഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം. 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. ആ മാനത്തൊരു പൊന്നോണം. പാലപ്പൂം കൊമ്പിലാരോ പനിനീര് വീശി. പാലപ്പൂം കൊമ്പിലാരോ പനിനീര് വീശി. പാതിരാക്കുയിലുകൾ കുഴലുകളൂതി. പാതിരാക്കുയിലുകൾ കുഴലുകളൂതി. ആരോടും ചൊല്ലാതെ ആരുമാരും അറിയാതെ പാരിന്റെ മാറത്തൊരു പൊന്നിട്ട പായ നിവർത്തി. പാരിന്റെ മാറത്തൊരു പൊന്നിട്ട പായ നിവർത്തി. നാഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം. 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. ആ മാനത്തൊരു പൊന്നോണം. ക്ഷേത്രക്കുട്ടി എന്താ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കാരണം വേറൊന്നുമല്ല, ശ്രുതി ശുദ്ധം, കൃത്യമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു തെറ്റുമില്ലാതെ ഈ കുഞ്ചു പൈതല് പാടി. ഞാൻ എന്തൊരു പറയേ, ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചൊക്കെ തെറ്റുണ്ടാകും. ഇല്ല, തെറ്റിയില്ല, ഉണ്ട്. തെറ്റിയില്ല, ഉണ്ട്. ഇല്ല. ഞാൻ വാശിയാ, തെറ്റിയില്ല. ഉണ്ട്. ആഹാ, അത് കൊള്ളാം.
ഞങ്ങൾ ഇവിടെ നിന്ന് തെറ്റിയെന്ന് പറയുമ്പോ തെറ്റിയില്ല, നന്നായിട്ട് പാടുമ്പോഴത്തേക്ക് തെറ്റി എന്ന് പറയും. ഇങ്ങനെ എവിടെയെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ട്? വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതെ. തെറ്റുകളുണ്ടെന്ന്. എന്നാ മോളെ, തെറ്റുകളില്ല മോളെ. മോടെ പ്രായത്തിന് പാടി കൂടുതലാ. തെറ്റില്ല, ഇത് കൂടുതലാ. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ സാർ? തെറ്റില്ലാത്ത മനുഷ്യരുണ്ട്. അതെ മക്കളെ, എന്തോ ഇതാരാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ആദ്യം ചോദിക്കാൻ വിട്ടുപോയി. അത് ഇനി പറഞ്ഞാലും ആ, അത് പറഞ്ഞേ പറ്റൂ. ആരാണ് ഇതിന്റെ മ്യൂസിക്? രാഘവൻ രാവൻ പറഞ്ഞു. രാഘവൻ ആ, വെരി ഗുഡ്, വെരി ഗുഡ്. എഴുതിയത് എഴുതിയതോ? ഈ ആ, അതന്നെ. മാസ്റ്റർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പാടിയതോ? ശാന്തപ്പി നായരും പിന്നെ കാക്കത്തമ്പുരാട്ടിയോ? അല്ല, ശാന്തപ്പി നായരും ഗായത്രി കൃഷ്ണൻ. ഏത് സിനിമയാണ്? ആ, ആ, തുടങ്ങി തന്നെ ബാക്കി നമ്മൾ പറയണം. ഇങ്ങനെട്ട് രാരീരം. രാരിച്ചൻ എന്ന എന്ന പൗരൻ. അടിപൊളി. ഇടിവെട്ട്. അല്ല ഈ കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉമ്മ ഉമ്മ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അസാധ്യം. കൂളായിട്ട് നിന്ന് അങ്ങ് പാടുക. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ആ. അല്ല, പറ, ഞങ്ങളുടെ അടുത്ത് പറ. ഞങ്ങള് സ്റ്റേജിൽ പാടുന്നല്ലേ. നേരത്തെ പറഞ്ഞില്ലേ, ദൈവം അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിച്ചു. അമ്മ വരികൾ പഠിപ്പിച്ചു തരും. ഏ. ഗ്രൂമേഴ്സ് ആ, ട്യൂൺ പഠിപ്പിച്ചു തരും. ട്യൂൺ പഠിപ്പിച്ചു തരും. വീട്ടിന്റെ അടുത്തുള്ളവർ ഇത് ആരൊക്കെയാ പാടിയെന്നൊക്കെ പഠിപ്പിച്ചു തരും. അമ്മ ആരൊക്കെയാ പാടുന്നത് പഠിപ്പിച്ചു തരും. വരികളും പഠിപ്പിച്ചു തരും. ട്യൂണും പഠിപ്പിച്ചു തരും. ഗ്രൂമേഴ്സ് ഇതെല്ലാം തെറ്റിച്ച് പഠിപ്പിച്ചു തരും. മക്കളെ, അതിമനോഹരാടാ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോട്ടെ? ഐ ലവ് യു. എനിക്ക് തോന്നി. എനിക്ക് അത്ഭുതം തോന്നുന്നത്, അതായത് ഒരു പേര് ചോദിച്ചാൽ പോലും ഇങ്ങനെ പറയുന്ന ഒരു കൊച്ച് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാതെ പഠിച്ചു. അതായത് ഇന്നൊന്നും ഇങ്ങനെ ഒരു സിനിമ പോലും ഇറങ്ങുന്നില്ല, രാരിച്ചൻ എന്ന പൗരൻ എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ ഓർത്ത് വെച്ച് പി ഭാസ്കരൻ മാഷ്, രാഘവ മാഷ്, പിന്നെ എന്താ പറയാ, അതിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. പാട്ടോ ഒരു കുഞ്ഞു മിസ്. സത്യം, എനിക്കിപ്പൊ വിശ്വാസമായിട്ടോ. ഞാൻ വിചാരിച്ചല്ലോ 2-3 പ്രാവശ്യമൊക്കെ, ഒരു 5-6 പ്രാവശ്യമായിട്ട് റീടേക്ക് എടുത്തൊക്കെ കറക്റ്റ് ആക്കി ഇവരെ കൊണ്ട്. ഈ കാണുന്ന വർത്തമാനം പറയുന്ന ആളല്ല. പാട്ട് എന്ത് ക്ലീൻ ആയിട്ട്, എന്ത് രസമായിട്ട്, ഒന്നും തെറ്റിക്കാതെ ഈ കുഞ്ഞു പ്രായത്തിൽ പാടിയത് എന്റെ ചക്കൊരു ഉമ്മ. അതിൽ എന്ത് വേണം? ഈ ഇരിക്കുന്ന 2 എന്താ പറയാ, സംഗീതത്തിന്റെ അഗ്ര കണ്ണീരിൽ നിന്നും 2 പുരുഷന്മാർ. 2 പുരുഷനായിരിക്കും. എന്റെ ജീവിതം ധന്യമായിരുന്നു. ഈ 2 ഒരാളെങ്കിലും സമ്മതിച്ചു. അല്ല, അങ്ങനെ പറയത് 2 കൊച്ചു പയ്യന്മാരുടെ അടുത്തുനിന്ന് അത് കൊള്ളാം രവി. ഇങ്ങനെയൊക്കെ കമന്റ് കേൾക്കാൻ. നമുക്ക് റിമി മതി. അപ്പൊ എന്നാ അടിപൊളിയായിട്ട് എന്ത് പറയാൻ, ഞാൻ വല്ലതും പറഞ്ഞ എന്നെ വലിച്ചു കയറി ഒട്ടിക്കും. ഓക്കെ മോളെ, അപ്പൊ അടിപൊളിയായി. ഇനി വേറൊന്നുമില്ല. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി. താങ്ക് യു. ടാറ്റാ. പാട്ടുകൂട്ടിലെ കുഞ്ഞുമിടുക്കി ദേവനന്ദ. നമ്മുടെ ദേവനന്ദ കുട്ടി എത്താണ്. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. മക്കളെ, എന്തോ നല്ല രസമുണ്ട്. നല്ല വേഷം, നല്ല വേഷം. താങ്ക് യു സർ. ഏത് പാട്ടാ? സീമന്ത രേഖയിൽ ചന്ദനം ചാർത്തി. രേഖയല്ല മോളെ, രേഖ. രേഖയിൽ ചന്ദനം ചാർത്തി. ഈ പരിപാടിയിലൂടെ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ. പഴയ പാട്ടുകൾ പുതിയ തലമുറയിലോട്ട് ഈ അത്ര പകർന്നു. എന്നുവെച്ചാൽ അത് കുഞ്ഞു പിള്ളേർ കൂടെ പാടുമ്പോഴത്തേക്കും ബാക്കി പിള്ളേർ കൂടെ ഇതൊക്കെ പഠിക്കണം, കേൾക്കണം, കേൾപ്പിക്കുകയാണ്. ഇത് കേൾക്കാൻ വേണ്ടി തന്നെ ആൾക്കാരിക്കും. കാരണം ഇവിടെ മാത്രം ഇത്ര സെലക്ഷനും ഇത്ര ഗംഭീരമായി പാടുന്ന പിള്ളേരും അതിനെ ഇത്ര നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. അതൊരു വലിയ കാര്യം, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പൊ ഡീറ്റെയിൽസ് പറയാം മോളെ. പറ മക്കളെ, കേക്കട്ടെ. പാടിയത് വാണിയമ്മ. ഓക്കെ. മ്യൂസിക് MK അർജുന മാസ്റ്റർ സാർ. ലിറിക്സ് ഭരണിക്കാവ് ശിവകുമാർ സാർ. സിനിമ ആശീർവാദം. സിനിമ തെറ്റിച്ച അറിഞ്ഞേനെ. ശരി, എന്തായാലും നല്ലൊരു പാട്ടാണ്. ഈ സമയത്ത് ഞാൻ ഭരണിക്കാവ് ശിവകുമാർ ചേട്ടനെ ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഒരുപാട് നല്ല സിനിമകളിലെ പാട്ടുകൾ എഴുതിയിട്ടുമുണ്ട് അദ്ദേഹം. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിട പറയൽ.
എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പ്രണാമം. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു ഓൾ സർ. ദി ബെസ്റ്റ്. താങ്ക് യു All ചേച്ചി. the All the best. താങ്ക് യു ചേച്ചി. ആഹാ സബാഷ് സബാഷ് സബാഷ്.
ദേവനന്ദ കുട്ടി, എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു സാർ. ഒന്നാമത്തെ കാര്യം നല്ല ശബ്ദം, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. പിന്നെ മോള് ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും മോള് പാടിയിട്ടുണ്ട്. വളരെ ചെറിയ ഒരു സംഭവം, ഈ ചൊടിയിണയിൽ അത്രേ ഉള്ളു. ചൊടിയിണയിൽ അത്രയുണ്ട്. അത്രയുണ്ട്. പിന്നെന്തിനാ മുറിച്ചു കളഞ്ഞ്? മുറിച്ചതല്ല സാറേ, പിന്നെ മുറിച്ചല്ലേ അത് അങ്ങനെ ആയി പോയത്. അങ്ങനെ ആകരുത്, ഇനി ആവില്ല സാർ. ഇനി ആകില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ചൊടിയിണയിൽ, അതാണ് എന്റെ ബ്യൂട്ടി കേട്ടോ. അതുപോലെ ഹേമന്ത നീല നിശീമാ, ആ കറക്റ്റായിട്ട് ആ നോട്ട് ചെയ്യണം. പഠിക്കേ. ഹേമന്ത നീല നിശീധിനി. ഇതുപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ. മൊത്തത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. ഈ അനുപല്ലയിലും ചരണത്തിലും ഒക്കെ ഒരു ഇതുപോലത്തെ ഒരു പൊടി. പക്ഷെ അത് ഞാനിപ്പോൾ പറയുന്നത് ഒരു സെമി ഫൈനൽ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാവുന്ന ഉള്ളൂ. എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ, രണ്ടും ഉള്ളൂ. മക്കളെ എന്തോ നല്ല പാട്ട് പോണം, നല്ല പാട്ട്. പ്രധാനമായിട്ട് ഞാൻ നോട്ട് ചെയ്തിരുന്നതാണ് അണ്ണൻ പറഞ്ഞത്, നിശീഥിനി. ആ നോട്ടിനൊരു സുഖമുണ്ട്. അത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല മോള് പാടുമ്പോൾ പല സ്ഥലങ്ങളിൽ. അത് 3 തവണ എന്തോ ഉണ്ട്, അത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ട് അങ്ങോട്ട് ചേരുമ്പോൾ എന്താ സുഖം അല്ലേ. പിന്നെ സ്മേരവതി നിന്റെ അതാ സ്ലിപ്പായി പോവുകയും ചെയ്തു. ആ പല്ലവിയില് എന്നാ ഒന്ന് പാടാമോ? അതോ നല്ല നേരവേ. ആഹാ. കുറച്ചും കൂടെ അങ്ങനെ വലിച്ച് അത്രേ ഉള്ളൂ മോളെ. അതുപോലെ ഈ അനുപല്ലവയുടെ ലാസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കേ മോളെ. ശ്രീ ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം എന്നാണ് അർത്ഥം. ശ്രീ കേട്ടോ. അത്രേ ഉള്ളൂ മക്കളെ. ബാക്കിയൊക്കെ നന്നായിരുന്നു, നല്ല പാട്ട് കേട്ടോ മക്കളെ. അപ്പൊ എന്തെങ്കിലും ഈ പാട്ട് പാടിയതിൽ കുറെ സന്തോഷം. താങ്ക് യു, ലവ് യു. മോളെ അസലായി പാടി. ഞാനിവിടെ വീണ്ടും ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ഇനി നമ്മൾ ഈ പാടി കഴിയുമ്പോൾ ഇവിടെ വരുന്ന ഔട്ടിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് ഒരു സ്റ്റുഡിയോ ഇത് റിവേർബൊക്കെ ഇട്ട് ഇനി അങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞു പിള്ളേര്, എനിക്കൊന്ന് സെമി ഫൈനലും കൂടെയാണ് ഞാൻ വന്നേക്കുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ഏറ്റവും മിനിക്കിയെടുത്ത് ഏറ്റവും നല്ല പിള്ളേരിൽ എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല റിയലി ടാലന്റഡ്, വേറൊന്നും പറയാനില്ല. നല്ല സോങ് സെലക്ഷൻ. എൻ്റെ മമ്മിയൊക്കെ ഇപ്പോഴും അയ്യോ ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അവർക്ക് അത്ര ഇഷ്ടം. പ്രത്യേകിച്ച് ആ തലമുറയിലുള്ള ആൾക്കാർക്ക് അവരുടെ കാലഘട്ടത്തിലെ പാട്ടെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് മനസ്സിലായി. നമ്മുടെ കാലഘട്ടത്തിലെ പാട്ടുകൾ നമുക്ക് എത്രമാത്രം ഇഷ്ടമാണ് എന്ന് പറഞ്ഞ പോലെ അവരതിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കേൾക്കുമ്പം അവരുടെ പല ഓർമ്മകളിലോട്ടും ആ പാട്ടുകൾ അവരെ അത്ര ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഫ്ലവേഴ്സിലെ ഈ ടോപ്പ് സിംഗർ ഇങ്ങനെ ഇത്ര ഹിറ്റ് ആവുന്നതും കേട്ടോ. ഇതിന് ഒരുപാട് ഓഡിയൻസ് ഉള്ളതും അതുകൊണ്ടാണ്, നിങ്ങളെപ്പോലുള്ള പിള്ളേരുള്ളത് കൊണ്ട്. സൂപ്പർ. താങ്ക് യു ചേച്ചി. മനോഹരമായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. വാണിയമ്മ എനിക്ക് 48 കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ഞാൻ സിനിമയ്ക്ക് പാട്ടുണ്ടാക്കിയപ്പോൾ കൽപ്പാതകാലത്തോളം ദാസേട്ടൻ പാടി കഴിഞ്ഞ് പിന്നെ പാടുന്നത് വാണിയമ്മയാണ്. വീണാപാണിനി എന്ന് പറയുന്ന പാട്ട്. ശകലൊന്ന് പാടാമോ? ഓർമ്മയുണ്ടോ? വീണാപാണിനി രാഗവിലോലിനി ശാലിനി സരസ്വതി ദേവി ഈശ്വരി അരുളു വരപ്രസാദം അനുഗ്രഹിക്കൂ നീ അനുഗ്രഹിക്കൂ തിരുമുൾ കാഴ്ചകൾ സ്വീകരിക്കൂ വീണാപാണിനി രാഗവിലോലിനി ശാലിനി സരസ്വതി ദേവി ഈശ്വരി അരുളു വരപ്രസാദം. പാടിയതാ. അപ്പൊ ഈ പാട്ട് മനോഹരമായി അർജുന മാഷ് ചെയ്ത് വാടിയമ്മ പാടി സൂപ്പർ ഹിറ്റാണ്. മോള് അതിഗംഭീരമായിട്ട് പാടി. ശ്രദ്ധിക്കുക, പാട്ടുകൾ പാടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പാടാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അറിയാമല്ലോ എന്താണ്? ഓ, അറിഞ്ഞു കഴിഞ്ഞല്ലേ? സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിയും.
മാർക്കുണ്ട്. മാർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മോള് പാടിയതിന് ജനവും വിധി എഴുതിയിട്ടുണ്ട്. സോ ആദ്യ ഒരു ദേവനന്ദ പൂക്കുറ്റി. താങ്ക് യു സർ. ദേവുട്ട ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ. സെമി ഫൈനൽ മത്സരങ്ങളുടെ പൊടി പൊടിക്കുകയാണ്. ഇനി പ്രേക്ഷകർ ആകാംക്ഷയായി കാത്തിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.